ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്നൊരു വളരെ സിമ്പിളായി സ്വേലിലും സ്നാപ്പിലും ഹുക്കിലും എല്ലാത്തിലും കെട്ടാൻ പറ്റുന്നൊരു നോട്ടാണ്. ലീഡർ ലൈൻ കൊണ്ട് കെട്ടാവുന്ന ഒരു നോട്ടിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീഡർ ലൈൻ ബ്രൈഡഡ് ലൈനുമായിട്ട് എങ്ങനെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അത് ഫിഷിങ് കഴിഞ്ഞ് നമുക്കത് പിന്നെ ഈസി ആയിട്ട് എങ്ങനെ ബ്രൈഡഡ് ലൈൻ ഊരിയെടുക്കാം. നമ്മൾ സ്വേൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാൻ പാടാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടിയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങളപ്പോൾ വീഡിയോ കാണൂ, അഭിപ്രായം പറയൂ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അയിലൂടെ ഈ 2 പ്രാവശ്യം ഞാൻ ഈ 30 LBയുടെ ഒരു ഫ്ലൂറോ കാർബൺ ലൈൻ 2 പ്രാവശ്യം ചുറ്റിയെടുത്ത് ാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. ചിലവർ 1 പ്രാവശ്യം ചുറ്റിയെടുത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല കെട്ട്. പിന്നെ ഇങ്ങനെ ഈ നൂലിൻ്റെ ബാക്കിയുള്ളത് ഇത് കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കണം. നിങ്ങൾ കാണുന്ന പോലെ ഈ ചുറ്റിയെടുത്ത് ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഹുക്കിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങനെ കയറ്റിയെടുക്കണം, പുറത്തോട്ടെടുക്കണം. ഇനി നന്നായി വലിച്ചു മുറുക്കണം. അത് നിങ്ങൾക്ക് പ്ലെയർ യൂസ് ചെയ്യാം. ഈ കയ്യിൽ കയറാതെ സൂക്ഷിക്കണം. മിക്കവർക്കും പറ്റുന്ന അബദ്ധമാണ് ഈ ഹുക്ക് കൈ കയറുന്ന. അപ്പോൾ അതിന് പ്ലെയർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ടാണ്. വലിക്കും തോറും മുറുകുന്ന തരത്തിലുള്ളൊരു കെട്ടാണ്. അപ്പോൾ ഇത് മീൻ അഴിഞ്ഞു പോകുന്നോ അങ്ങനെ ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നോട്ടാണ്. നിങ്ങൾ ആദ്യം തുടക്കത്തിൽ ഇത് വളരെ മുറുക്കാൻ ശ്രദ്ധിക്കണം. നന്നായി മുറുക്കിയ ശേഷം വലിച്ച് ആ നൂലിൻ്റെ പുറത്തോട്ട് നിൽക്കുന്ന നൂലും പിടിച്ച് വലിച്ച് മുറുക്കേണ്ടതാണ്. 12 സൈസുള്ള ഹുക്ക് നമുക്ക് ഒട്ടുമിക്ക ഫിഷിങ്ങിനും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഹുക്ക് കുറച്ച് വലിയ ഹുക്കാണ്. ഇത് വളരെ നോക്കുക, അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഈ പുറത്തോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിരിക്കുന്നത് അലി എക്സ്പ്രസ്സിൽ നിന്നാണ്. ഈ നിങ്ങൾ കാണുന്ന ആ ഫ്രോഗ് ആണെങ്കിലും ഈ കട്ട് ചെയ്യുന്നതാണെങ്കിലും ലീഡർ ലൈൻ ആണെങ്കിലും ഞാൻ ഭാഗം അറ്റത്ത് നിൽക്കുന്ന ആ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉരുക്കാം. എന്തെങ്കിലും ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് ഉരുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ സ്വേൽ വാങ്ങിയിരിക്കുന്നത് അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിയാണ്. സ്വേലും സ്നാപ്പും കൂടി ഒരു 50 എണ്ണം വരുന്നൊരു സെറ്റ് വാങ്ങിയതാണ്. ഇതൊരു 10-12 കിലോ ഉള്ള മീനൊന്നും അടിച്ചാൽ പോവില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സെപ്പറേറ്റ് ആകും, ഒന്നിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെയിം കെട്ട് തന്നെയാണ് ഞാൻ ഇത് സ്വേൽ കെട്ടാനും ചെയ്യുന്നത്. ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ളൊരു ഇതിൻ്റെ ഒരറ്റത്ത് സ്വേലും മറ്റേ അറ്റത്ത് സ്നാപ്പും ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. സെയിം കട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കി വെക്കാം എന്താ ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളാണിത്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരു 4-5 പ്രാവശ്യം നമുക്കിങ്ങനെ പിരിക്കാം, ചുറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഹോളിലൂടെ പുറത്തോട്ട് വലിച്ച് നന്നായി വലിച്ച് മുറുക്കണം. പിന്നെ നന്നായി വലിച്ച് മുറുക്കണം, എന്നാലത് അല്ലെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞൊക്കെ പോകുന്നു. നിങ്ങൾ കെട്ടുന്ന സമയത്ത് എന്തായാലും നന്നായി വലിച്ച് മുറുക്കണം. ടൈറ്റായിരിക്കണം. അത് നന്നായി ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അത് അഴിഞ്ഞൊന്നും പോവില്ല. ഈ തുടക്കക്കാർക്ക് മിക്കവർക്കും ഈ കെട്ടാൻ അറിയാത്തവരുണ്ട്. കെട്ട് വളരെ സിമ്പിളാണ്. ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ഉള്ളിലൂടെ എടുത്ത് പിരിച്ചെടുത്ത് ഈ ആദ്യത്തെ ഹോളിലൂടെ തന്നെ തിരിച്ച്, അത്രയേ ഉള്ളൂ. പക്ഷെ പലർക്കും ഇത് അറിയില്ല. നമുക്ക് ഇതിൻ്റെ ബാക്കി നിൽക്കുന്ന നൂല് കട്ട് ചെയ്ത് കളയാം.
ലീഡർ ലൈൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ഈ പാറയിലോ എന്തിലെങ്കിലും കുരഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡൽ ലൈൻ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ 1 മീറ്ററിലൊക്കെ ഒരു ലീഡർ ലൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പാറയിൽ ആ ഭാഗത്താണ് ഈ പാറയിൽ ഉരയാനുള്ള ചാൻസ്, അതുപോലെ ഈ കടിച്ചു മുറിക്കുന്ന മീനുകളൊക്കെ കടിച്ചു മുറിക്കാനുള്ള ചാൻസ് ഒക്കെ കുറവ്. ഈ 1 മീറ്റർ ലെങ്ത്തിനുള്ളിൽ അത് സംഭവിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 മീറ്ററിലുള്ള ഒരു ലീഡർ ലൈൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ സ്നാപ്പിലും സെയിം കട്ട് തന്നെയാണ് കെട്ടുന്നത്. 1 മീറ്ററിലുള്ളൊരു ലീഡർ ലൈനാണ് മുറിക്കേണ്ടത് നിങ്ങൾ. ഞാൻ 30 LBയുടെ ഒരു ഫ്ലൂറോ കാർബൺ കോട്ടിംഗ് ഉള്ളതാണ്. ഒറിജിനൽ ഫ്ലൂറോ കാർബൺ അല്ല, കോട്ടിംഗ് ആണ്. അത്യാവശ്യം സ്ട്രോങ് ആണ്. 30 LB നമ്മുടെ പുഴയിലൊക്കെ അത്യാവശ്യം അതിനുള്ള മീനെ കിട്ടുകയുള്ളൂ. നിങ്ങൾ കടലിലൊക്കെ പോവുകയാണെങ്കിൽ 40-50 LB ഉള്ള ലീഡർ ലൈനൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. നന്നായി വലിച്ചു മുറുക്കണം. നിങ്ങൾ കെട്ട് കഴിഞ്ഞിട്ട് മീൻ പോയാൽ അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായി വലിച്ചു മുറുക്കണം. പറ്റുകയാണെങ്കിൽ കട്ട് ചെയ്ത ശേഷം ഈ അറ്റം ഉരുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മീൻ അഴിഞ്ഞു പോയി നഷ്ടപ്പെടുന്നുള്ള പേടിയുണ്ടായാലും. ഇത് ഞാൻ അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിയൊരു ഫ്രോഗാണ്. അതിൽ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലീഡർ ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ലൂറും കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂറുകൾ വേണമെങ്കിൽ മാറ്റി മാറ്റി കണക്ട് ചെയ്യാം. അതിനാണ് ഈ സ്വേലിൻ്റെ യൂസ്. നമുക്ക് മാറ്റി മാറ്റി കണക്ട് ചെയ്യാം. ഈ സ്വേലിൻ്റെ അല്ല, സ്നാപ്പിൻ്റെ യൂസ്. ഈ സ്വേൽ എന്ന് പറയുന്നത് മീൻ വരുമ്പോൾ അത് തിരിയാനുള്ളതാണ്. അത് പറഞ്ഞാൽ മീനിൻ്റെ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്ത് നമുക്ക് ഈസിയായി വലിച്ചെടുക്കാനാണ് ഈ സ്വേൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലീഡർ ലൈനിലോട്ട് ബ്രൈഡൽ ലൈൻ എങ്ങനെ ഈസിയായി കണക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു കെട്ട് കെട്ടുക. ഇങ്ങനെ കെട്ടിയ ശേഷം 2 കെട്ട് കെട്ടുക. കുറച്ച് അത്യാവശ്യം വലിയൊരു തടസ്സത്തിന് വേണ്ടിയാണ് ഞാനത്. ഇനി ഒരു ഊരാൻ കെടുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഒരു ഊരാൻ കെടുക്കുണ്ടാക്കുകയാണ്. ഇങ്ങനെ ഉള്ളിലോട്ട് കടത്തി ഊരാൻ കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കെട്ടിൻ്റെ ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരില്ല. അത് അത്രയൊരു വലിയൊരു ഇത് നിൽക്കും. ഇപ്പം നമുക്ക് ബ്രൈഡൽ ലൈൻ്റെ അറ്റത്ത് ഇങ്ങനൊരു ഇത് കിട്ടും. വട്ടത്തിലൊരു ഇത് കിട്ടും. ഇനി നമുക്കിത് ഈ സോയിലിൻ്റെ നമ്മൾ ലീഡർ ലൈനിൽ നേരെ സെറ്റ് ചെയ്തിട്ട് സോയിലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ആ ഹോളിലൂടെ ഇങ്ങനെ കിടത്തിയെടുക്കാം, പുറത്തോട്ടെടുക്കാം. ഇങ്ങനെയുള്ള പുറത്തേക്കെടുത്ത ഭാഗത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഫ്രോഗ് ലൂറ് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാം. ഇങ്ങനെ വലിച്ച് പുറത്തോട്ടെടുത്ത ശേഷം ഇങ്ങനെ വരും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും ഈ ലീഡർ ലൈൻ മാറ്റി മാറ്റി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ പെട്ടെന്ന് നമ്മൾ ഫിഷിങ് കഴിഞ്ഞ ശേഷം റീല് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ സ്വേല് സ്ഥിരമായി ബ്രൈഡൽ ലൈൻ്റെ അറ്റത്ത് കെട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഊരാൻ പാടാണ്. പിന്നെ അറ്റം മുറിച്ചിട്ടേ ഊരാൻ പറ്റുള്ളൂ. ലീഡർ ലൈൻ്റെ അറ്റത്തുള്ള ഗൈഡിലെ ഹോൾ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഊരാൻ പാടാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ താഴത്തോട്ട് മുറുക്കരുത്. ആ സ്വേലിൻ്റെ ടോപ്പിൽ മുറുക്കാൻ നോക്കുക. അല്ലെങ്കിൽ താഴത്തോട്ട് മുറുക്കി കഴിഞ്ഞാൽ മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരാൻ പണിയായിരിക്കും. ഇപ്പോൾ നോക്കുന്നു, നമ്മുടെ ലീഡർ ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഫ്രോഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി ലൂറുകളൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ലീഡർ ലൈൻ വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടുതലായി ഇങ്ങനെ 2 ലീഡർ ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 LBയുടെ വേണമെങ്കിൽ ഒരു ലീഡർ ലൈൻ യൂസ് ചെയ്യാം. ഈ അറ്റത്ത് നമ്മുടെ ബ്രൈഡൽ ലൈൻ എപ്പോഴും ഈ കെട്ട് തന്നെ മതി. അപ്പോൾ നിങ്ങളിത് വളരെ ഉപകാരപ്പെടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തുടക്കക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.